ഹായ് ഹലോ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും നാളെ തന്നെ ആയിരിക്കും സ്കൂൾ തുറക്കുക അല്ലേ? അപ്പോൾ സ്കൂളിൽ സ്റ്റാർട്ട് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാഗിലും പൗച്ചിലൊക്കെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു DIY ബാക്ക് പിൻ അല്ലെങ്കിൽ പൗച്ച് പിൻ ഉണ്ടാക്കി വെക്കാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പെയിൻറ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടൻറ്റ് കൂട്ടുള്ള സംഭവം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് ആ ഒരു പെയിൻറ്റൊക്കെ കളയുക. എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും, പ്ലാസ്റ്റിക് കണ്ടൻറ്റ് കൂടിയതാണല്ലോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പെയിൻറ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഡാബ് ചെയ്ത് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് ഇരിക്കില്ല കേട്ടോ. ഇനി അത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറോ അതല്ലെങ്കിൽ പേപ്പറിൽ നിന്നൊക്കെ മാഗസിൻസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലുള്ളൊരു പിക്ചറൊന്ന് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കറക്റ്റ് ആ ഒരു സർക്കിളിൽ പ്രിൻ്റ് ചെയ്ത രീതിയിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടൊരു സേഫ്റ്റി പിന്നാണ്. ആ ഒരു സേഫ്റ്റി പിന്നിൻ്റെ മുകളിലേക്ക് സെലോ ടേപ്പോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു സംഭവം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാക്ക് പിൻ അല്ലെങ്കിൽ പൗച്ച് പിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ബാഗിൽ ചെയ്യുമ്പോൾ എന്താണെങ്കിലും വാട്ടർ പ്രൂഫ് ആക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എപ്പോഴാണ് നമ്മുടെ മഴയൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെറും 1 മിനിറ്റ് മതി കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ സ്റ്റാർ ആവാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞതെന്നുള്ളത് കമൻറ്റായിട്ട് പറയണേ. അപ്പോൾ സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും വെരി ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, ഒപ്പം തന്നെ നന്നായിട്ട് കളിക്കുകയും ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.